ഇതൊരർത്ഥത്തിൽ ഞാൻ എന്നോട് തന്നെ പറയുന്ന കവിതയാണ്. വാർദ്ധക്യത്തെക്കുറിച്ചുള്ളൊരു കവിതയാണ്. അതിലെവിടെയോ അയ്യപ്പ പണിക്കർ ഒരു മിന്നൽ പോലെ വന്നു പോകുന്നുണ്ട് എന്നും എനിക്ക് ഇത് വീണ്ടും വായിക്കുമ്പോൾ തോന്നുന്നു. ഒരു സന്ധ്യ, ഒരനന്തരജനിയൻ ജനലിൽ നക്ഷത്രമായി വരികെന്ന് മുട്ടി വിളിപ്പൂ. കഴിയുന്നു നിൻ പകൽ, മുകളിലെ തൂവെള്ള മുകിലുകളെല്ലാം ചുവന്നു. കൊടി താഴ്ന്നു വിത്തുകളായി നിൻ വചനങ്ങൾ ചിതറി പൂവിലെമ്പാടും. പ്രണയങ്ങൾ പ്രണയങ്ങൾ ധ്രുവഹിമം പോലലിഞ്ഞിട്ടൊരു പ്രളയമായി പുഴകളിൽ പൊങ്ങി. ചിരികൾ ലയിച്ചു നിലാവിൽ, കരച്ചിലോ മഴയിൽ ഉപ്പിൻ രുചി ചേർത്തു. ഇരുളിലെ നിഴലായി മാറി നിൻ ഭീതികൾ, ഉലയിൽ കലപ്പയായി കോപം. തിരകളായി മാറ്റുക നീ കടം കൊണ്ടോരു ജലമീ മഹാസമുദ്രത്തിൽ. തിരികെ നൽകൂ മണ്ണ് ഭൂമിക്ക്, തീ നൽക അരുണന്, പ്രാണന് വായു. തിരികെ ആകാശമാരാത്രിക്ക്, ഉരച്ചുരച്ചതിൽ വജ്രമാകട്ടെ താരം. ഒടുവിലെ ഭൂതമാം വാക്ക് വംശത്തിനും അലിയട്ടെ ഞാനെന്ന ഭാവം. അപരനിൽ അവനവനില്ല, വരും പോകും ഒരു മിന്നൽ പോലെ മനുഷ്യർ. കിളിപോയ ശാഹിതൻ വിറ പോലെ നീരുന്നിടമതിൽ ബാക്കിയാം ഖേദം. ഇനി ആരു വരുമെന്നു ചിന്തിക്കേ വേണ്ട, ഇനിയും ഊഷരയല്ല ഭൂമി. വരൂ പൂക്കുവെയിലിൻ ഇളം ചൂടിൽ നിൽക്കുക, വിടരട്ടെ സന്ധ്യയാം പുഷ്പം. കിളിപോയ ശാഖിതൻ വിറ പോലെ നീ ഇരുന്നിടമതിൽ ബാക്കിയാം ഖേദം എന്ന വരികൾ ചൊല്ലുമ്പോഴൊക്കെ അയ്യപ്പ പണിക്കർ ഭൗതികമായി സന്നിഹിതനായിരുന്ന ഒരു ഇടത്ത് അദ്ദേഹം അവശേഷിപ്പിച്ച ഓർമ്മകളുടെ ത്രാസങ്ങൾ, വിറകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് നിങ്ങളോടൊപ്പം എനിക്കും തോന്നുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പ പണിക്കർ ഏതെങ്കിലും ഒരു കള്ളിയിൽ പെടുത്തുക സാധ്യമല്ല. ഒരു ലേബൽ അദ്ദേഹത്തിന്റെ കവിതയ്ക്കോ അദ്ദേഹത്തിന്റെ ജീവിതത്തിനോ നൽകുക സാധ്യമല്ല. അദ്ദേഹം കവിയായിരുന്നു, വിവർത്തകനായിരുന്നു, ഒരു ദ്വിഭാഷാ പണ്ഡിതനായിരുന്നു. ആധുനികതയുടെയും ആധുനികോത്തരമായ കലയുടെയും സാഹിത്യത്തിന്റെയും വികാസങ്ങളുടെയും പ്രയോക്താവും വക്താവും പ്രചോദകനും ആയിരുന്നു. ഒരു എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുന്ന മാതൃകാധ്യാപകനായിരുന്നു. ഇങ്ങനെ എത്രയോ വിശേഷണങ്ങൾ നൽകിയാലും വിവരിച്ച് തീരാത്ത വിസ്മയകരമായ ഒരു സ്വാധീനമായിരുന്നിട്ടുണ്ട് അയ്യപ്പ പണിക്കർ. മലയാള കവിതയിൽ മാത്രമല്ല, മലയാളിയുടെ ജീവിതത്തിലും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കോ കവിതയിലേക്കോ ഒന്നും തന്നെ സമഗ്രമായി കടന്നു ചെല്ലുക, അവ അപഗ്രഥിക്കുക ഒന്നും ഇവിടെ എൻ്റെ ധർമ്മമാണെന്നോ അത് ഉചിതമാണെന്നോ പോലുമോ ഞാൻ കരുതുന്നില്ല. കാരണം ജീവിതത്തിൽ ഉടനീളം കൗമാരം മുതൽ അയ്യപ്പ പണിക്കരെ അടുത്ത് അറിയുകയും അദ്ദേഹത്താൽ അഗാധമായി സ്വാധീനിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള അനേകം മലയാളികളിൽ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ഒറ്റ കവിതകളെക്കുറിച്ചും സമഗ്ര സംഭാവനയെക്കുറിച്ചും പലപ്പോഴായി ജീവിതത്തിൽ പറയുകയും എഴുതുകയും വേണ്ടി വന്നിട്ടുള്ള ഒരു ആൾ കൂടിയാണ് ഞാൻ.
ആ വിഭിന്ന രംഗങ്ങളിലെ അദ്ദേഹത്തിന്റെ മഹാസംഭാവനകളെ വിലയിരുത്തുക എന്ന കാര്യം തീർത്തും മാറ്റിവെച്ചുകൊണ്ട് എന്താണ് അയ്യപ്പ പണിക്കരുടെ കവിത നമ്മിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കവിതയിൽ, നമ്മുടെ ഭാഷയിൽ അവശേഷിപ്പിക്കുന്നത് എന്ന് 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് ഒന്ന് ആലോചിക്കാൻ മാത്രമാണ് ഒരുപക്ഷെ ഞാൻ ശ്രമിക്കുന്നത്. 1960കളിൽ എന്ന് പറയാം, 50കളുടെ അവസാനത്തിലും 60കളിലുമായി ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും കവിത മാത്രമല്ല, എല്ലാ സാഹിത്യ രൂപങ്ങളും കലാരൂപങ്ങൾ തന്നെയും വലിയ ഒരു പരിവർത്തനത്തിന് വിധേയമായി. അനേകം ഭാഷകളിൽ പുതിയ കവിതയ്ക്ക് അഗ്രദൂതരായ വലിയ കവികളുണ്ടായ ഒരു കാലമായിരുന്നു അത്. നമ്മുടെ അടുത്ത് തമിഴിൽ കാനാ സുബ്രഹ്മണ്യത്തെ പോലെ, സുന്ദരരാമസ്വാമിയെ പോലെ, കവിയും നോവലിസ്റ്റുമായിരുന്ന സുന്ദരരാമസ്വാമിയെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ തെലുങ്കിലെ ശ്രീശ്രീയെ പോലെ, കന്നഡയിലെ ഗോപാലകൃഷ്ണ അടികയെ പോലെ, ഹിന്ദിയിൽ അജ്ഞേയനെയോ മുക്തിബോധനെയോ പോലെ, അല്ലെങ്കിൽ ഗുജറാത്തിയിൽ സീതാംശു യശശ്ചന്ദ്രയെ പോലെ, ഇങ്ങനെ പറയാവുന്ന അനേകം ഭാഷകളിൽ, മറാഠിയിൽ മാർഠേക്കർ, പറഞ്ഞു പോകാവുന്ന അനേകം ഭാഷകളിൽ ഒട്ടേറെ കവികൾ കവിതയുടെ ഭാഷ പഴകി എന്നും ആധുനികമായ ജീവിതത്തിന്റെ ഭാവങ്ങൾ, അതിൻ്റെ അന്തസ്ഥലികൾ ആവിഷ്കരിക്കുന്നതിന് ഇന്ന് നിലനിൽക്കുന്ന ഭാഷയിൽ സാധ്യമല്ലെന്നും ബോധ്യപ്പെടുകയും ആ ബോധ്യത്തിന്റെ ആവിഷ്കാരം എന്ന നിലയിൽ കവിതയുടെ രൂപത്തെ, ശൈലിയെ, ഘടനയെ, ഭാവത്തെ, സമീപനത്തെ, ജീവിത വീക്ഷണത്തെ മാറ്റിയെടുക്കുകയും ചെയ്യാൻ ശ്രമിച്ച ഒരു കാലത്ത് തന്നെയാണ് അയ്യപ്പ പണിക്കരെ പോലുള്ള ഒരു പ്രതിഭാസവും മലയാള കവിതയിൽ സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാം. ഒരുപക്ഷെ ഇന്ത്യയിലെ ആധുനികതയുടെ ആദ്യത്തെ ഇംഗ്ലീഷിലുള്ള സമാഹാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിഭാവ എന്ന DR നാഗരാജും UR അനന്തമൂർത്തിയും ചേർന്ന് എഡിറ്റ് ചെയ്ത സമാഹാരത്തിന്റെ മുഖവുരയിൽ അവർ, ഈ എഡിറ്റർമാരായിരുന്ന നാഗരാജും അനന്തമൂർത്തിയും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. പിതൃഹത്യ, പാട്രിസൈഡ് എന്ന വാക്കാണ് അത്. അവരുദ്ദേശിച്ചത്, പുതിയ കവികൾ ചെയ്യാൻ ആഗ്രഹിച്ചത് ഒരർത്ഥത്തിൽ പ്രതീകാത്മകമായ ഒരു പിതൃഹത്യ ആയിരുന്നു എന്നാണ്. ബംഗാളി കവിതയുമായി അല്പം പരിചയമുള്ളവർക്കെല്ലാം അറിയാവുന്നത് പോലെ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രാഭവത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വിഷ്ണുദയെ പോലുള്ള കവികൾ, ശംഖഘോഷിനെ പോലുള്ള കവികൾ, സുനിൽ ഗംഗോപാധ്യയെ പോലുള്ള കവികൾ രംഗപ്രവേശം ചെയ്തത്. അവരത് വിമർശനത്തിലൂടെ മാത്രമല്ല ചെയ്തത്, സ്വന്തം കവിതകളെ തികച്ചും വ്യത്യസ്തമായ വഴികളിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് കവിതയുടെ ഗതി മുഴുവൻ മാറ്റുകയാണ്. ഈ ആളുകൾ ആരും ടാഗോറിന്റെ ശത്രുക്കളായിരുന്നില്ല, വാസ്തവത്തിൽ ടാഗോറിന്റെ ആരാധകരായിരുന്നു. പിൽക്കാലത്ത് ഇതേ കവികൾ ടാഗോറിന്റെ കാവ്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഓർക്കുകയും എഴുതുകയും വിശദമായി ചർച്ചകളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ കവിത എഴുതാൻ ആരംഭിച്ച ആ പ്രത്യേക മുഹൂർത്തത്തിൽ അവർ ഏറ്റവും വലിയ വെല്ലുവിളിയായി മുന്നിൽ കണ്ടത് ഒരു മഹാമേരുവിനെ പോലെ നിഴൽ വീഴ്ത്തി മുന്നിൽ നിൽക്കുന്ന രവീന്ദ്രനാഥ ടാഗോറിനെയാണ്. എങ്ങനെ ഈ ടാഗോറിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം എന്ന ചോദ്യമായിരുന്നു അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ടാഗോറിന്റെ ചില സമീപനങ്ങളെ ചോദ്യം ചെയ്യേണ്ടി വന്നത്. പ്രധാനമായും അവർ പറഞ്ഞു, ടാഗോർ വിശ്വാസത്തിന്റെ കവിയായിരുന്നു. ഈശ്വരനിലുള്ള വിശ്വാസം, പ്രകൃതിയിലുള്ള വിശ്വാസം, മനുഷ്യനിലുള്ള വിശ്വാസം. ഞങ്ങൾ ജീവിക്കുന്നതാകട്ടെ ക്രമേണ ഈ വിശ്വാസങ്ങളെല്ലാം നഷ്ടമാകുന്ന
ഒരു കാലത്താണ്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ കവിതയ്ക്ക് പകരം അവിശ്വാസത്തിന്റെ കവിത, സംശയത്തിന്റെ കവിത എഴുതാൻ നിർബന്ധിക്കപ്പെട്ട ഒരു തലമുറയിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. ആ കവിത എഴുതാൻ വിശ്വാസത്തിന്റെ കവിത എഴുതിയ ഭാഷ മതിയാവില്ല. സന്നിഗ്ധതയുടെ, ചിലപ്പോഴൊക്കെ ദുർഗ്രഹതയുടെ പോലും ഭാഷയിൽ മാത്രമേ ഈ പുതിയ കാലത്തിന്റെ ജീവിതത്തെയും അതിൻ്റെ ചോദ്യങ്ങളെയും ഉന്നയിക്കാനും അവയ്ക്ക് ഉത്തരം കാണാനും ആവൂ എന്ന് അവർ ഈ കവികളെല്ലാം കരുതി. ഈ കവികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ബംഗാളി ഭാഷയിലുണ്ടായ കവികൾ മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനേകം ഇന്ത്യൻ ഭാഷകളിൽ ഉണ്ടായ കവികൾക്ക് ഉദിച്ച ഒരു പുതിയ ബോധമായിരുന്നു കവിത മാറേണ്ട സമയമായി. അതിൻ്റെ സമീപനവും ജീവിത വീക്ഷണവും അതിൻ്റെ ഫലമായി തന്നെ അതിൻ്റെ ആവിഷ്കാരമായ ശൈലിയും ഘടനയും എല്ലാം മാറേണ്ട സമയമായി എന്ന്. ആ തരത്തിലുള്ളൊരു കാലത്തിന്റെ വളരെ സ്വാഭാവികമായ ഒരു ജൈവോൽപ്പന്നമായിരുന്നു അയ്യപ്പ പണിക്കരുടെ കവിതയും. അദ്ദേഹത്തിന് തീർച്ചയായും മനുഷ്യനുള്ള വിശ്വാസം ഇല്ലാതായിരുന്നില്ല, പ്രകൃതിയിലുള്ള വിശ്വാസം ഇല്ലാതായിരുന്നില്ല. എങ്കിലും ഒരു കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത്, ഭാഷയിൽ, ഭാവനയിൽ, ഭാവത്തിൽ ഒരു വ്യതിയാനം സംഭവിക്കുന്നത് അദ്ദേഹം ചുറ്റും കാണുകയും ഈ വ്യതിയാനത്തെ കൂടി ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നമുക്ക് പുതിയ കാലത്തിന്റെ കവിതയും ഭാഷയും സൗന്ദര്യബോധവും നീതിബോധവും സൃഷ്ടിക്കാനാവുകയുള്ളൂ എന്ന് സ്വയം ബോധ്യമാവുകയും ചെയ്തു. അതിന്റെ ഫലമായാണ് അദ്ദേഹം കവിതയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. തന്റെ ആദ്യകാലത്തെ കവിതകൾ മുതൽ കുരുക്ഷേത്രവും കുരുക്ഷേത്രത്തിന് മുമ്പുള്ള കവിതകളും മുതൽ തന്നെ ഈ രീതിയിലുള്ള ഒരു വലിയ മാറ്റം നാം കാണുന്നു. അത് ഒരു ഭാഗത്ത് നിലനിൽക്കുന്ന സ്ഥിതവൃത്തങ്ങളെയും ഛന്ദസ്സുകളെയും ചോദ്യം ചെയ്യുന്നു, ചിലപ്പോൾ മാറ്റിയെടുക്കുന്നു, ചിലപ്പോൾ വിസ്മൃതങ്ങളായ വൃത്തങ്ങളെയും ശീലുകളെയും തിരിച്ചു കൊണ്ടുവരുന്നു, ചിലപ്പോൾ നാടോടി പാരമ്പര്യങ്ങളിലേക്കും ചിലപ്പോൾ ക്ലാസിക്കൽ പാരമ്പര്യങ്ങളിലേക്കും ചിലപ്പോൾ സമകാലീനമായി പുതുതായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാരമ്പര്യത്തിലേക്കും പ്രചോദനത്തിന് വേണ്ടി നോക്കുന്നു. ആ പാരമ്പര്യത്തെ പുതിയ കാലത്തിന്റെ ബോധതലങ്ങളുമായി സമന്വയിക്കാനുള്ള അപൂർവമായ യത്നങ്ങൾ നടത്തുന്നു. ഇവയെല്ലാം പണിക്കരിൽ കാണാം. തീർച്ചയായും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വ്യവച്ഛേദങ്ങൾ എല്ലാം തന്നെ എത്രമാത്രം അർത്ഥവത്താണ് എന്ന കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട് എന്ന കാര്യം ഞാൻ മറച്ചു വെക്കുന്നില്ല. സമീപകാലത്ത് അന്യോന്യം എന്ന ലിറ്റിൽ മാഗസിനിൽ എഴുതിയ ലേഖനത്തിൽ ഞാനത് വ്യക്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രസ്ഥാന ഭേദങ്ങൾ, പ്രസ്ഥാന പരിണാമങ്ങൾ ആത്യന്തികമായി കവിതയെ മാറ്റുന്നുണ്ടോ, അതോ എക്കാലത്തും കവിതയെന്ന് തിരിച്ചറിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും ഘടകത്തെ അത് ബാക്കി വെക്കുന്നില്ലേ മുതലായ ചോദ്യങ്ങൾ ഈ 50-60 വർഷത്തെ കവിതയുമായുള്ള പരിചയം, വായനയിലൂടെയും എഴുത്തിലൂടെയും വിവർത്തനത്തിലൂടെയും എല്ലാമുള്ള പരിചയം എൻ്റെ മനസ്സിൽ ഉയർത്തിയിട്ടുണ്ട്. അത് അയ്യപ്പ പണിക്കരെ പോലുള്ള കവികളും അവസാനമാകുമ്പോഴേക്കും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അയ്യപ്പ പണിക്കരുടെ ഒരു പ്രധാന പ്രചോദനമായിരുന്നു വിചാര ലോകത്തെ സംബന്ധിച്ചിടത്തോളം AK രാമാനുജനെ പോലുള്ള ഒരു ചിന്തകൻ. AK രാമാനുജൻ പാരമ്പര്യത്തെയും ആധുനികതയെയും കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പഴയ കന്നഡ നാടോടി കഥയുണ്ട്. ഒരു കോടാലിയുടെ കഥ. ഒരു വിറകുവെട്ടുകാരനുണ്ടായിരുന്നു. അയാൾ അവകാശപ്പെട്ടിരുന്നത് അയാളുടെ കയ്യിലുള്ള കോടാലി തന്റെ അച്ഛനും മുത്തച്ഛനും മുതുമുത്തച്ഛനും ഒക്കെ ഉൾപ്പെടെ 1000-ത്തിലേറെ വർഷങ്ങളായി തന്റെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന അതേ കോടാലിയാണ് എന്നാണ്. അപ്പോൾ അയാൾ ആർക്കു വേണ്ടി വിറക് വെട്ടാൻ വന്നിരുന്നു. അയാൾ ചോദിക്കുന്നുണ്ട്, അപ്പൊ ആ കോടാലിയുടെ പിടി പലതവണ തേഞ്ഞു പോവുകയും ഒടിഞ്ഞു പോവുകയും അതുകൊണ്ട് മാറ്റുകയും വേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ തീർച്ചയായും വിറകുവെട്ടുകാരൻ പറയുന്നു, അതിന്റെ പിടി മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അലകോ അതിന്റെ വെട്ടുന്ന ഭാഗമോ അത് ഇരുമ്പല്ലേ, അത് തുരുമ്പ് പിടിക്കും, തേഞ്ഞു പോകും, ഇല്ലാതാകും. അലകും മാറ്റിയിട്ടുണ്ട്, പിടിയും അലകും അനേകം തവണ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ കോടാലി അത് തന്നെയാണ്. ഒരു കവിതയെ സംബന്ധിച്ച് ഒരു ആത്യന്തിക സത്യം
ലളിതവും നർമ്മം കലർന്നതുമായ ഈ കഥയിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് രാമാനുജന് തോന്നിയ പോലെ തന്നെ നമുക്കെല്ലാം തോന്നുന്നുണ്ട്. നാം ഇന്നും പഴയ കവികൾ നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഷേക്സ്പിയർ നമ്മോട് സംസാരിക്കുന്നു. ഹാംലെറ്റിന്റെ ടു ബി ഓർ നോട്ട് ടു ബി എന്ന ചോദ്യം നാം ഓരോരുത്തരും ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കബീർ നമ്മോട് സംസാരിക്കുന്നു, തുക്കാറാം സംസാരിക്കുന്നു, ബുള്ളേ ഷാ സംസാരിക്കുന്നു, വാൽമീകി സംസാരിക്കുന്നു, വ്യാസൻ സംസാരിക്കുന്നു. അപ്പോൾ ഈ കവികളൊന്നും ഇല്ലാതാകുന്നില്ല. ആത്യന്തികമായി അവർ ചോദിച്ച ചോദ്യങ്ങൾ, അവർ ആവിഷ്കരിച്ച ധർമ്മസങ്കടങ്ങൾ, അവർ വാക്കുകൾ നൽകിയ മനുഷ്യരുടെ ചോദനകൾ, വേദനകൾ, ഇവയെല്ലാം തന്നെ നിലനിൽക്കുന്നു. അവയ്ക്ക് ഒരുപക്ഷെ ചെറിയ ചെറിയ ഭാവഭേദങ്ങൾ വരുത്തുകയും അവയുടെ ബാഹ്യമായ ആവരണങ്ങൾ മാറ്റുകയുമാണ് കവികൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കവിതയിൽ മാറ്റങ്ങൾ ഉള്ളപ്പോൾ തന്നെ കവിതയിൽ ഒരു അനുസ്യൂതിയുമുണ്ട്. അതിനെ കവിതയാക്കി മാറ്റുന്ന നിർവചനാതീതമായ എന്തോ ഒന്ന് എല്ലാ കവിതയിലും ആദികവിയുടെ കവിത മുതൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഇന്ത്യയിലെത്തിയ ഒരു ആഫ്രിക്കൻ നാടോടിയാകാം ഇന്ത്യൻ കവിതയുടെ ശരിയായ ആദി രൂപം അഥവാ ആദി പിതാവ്, ആദി കവി എന്ന് വിളിക്കേണ്ടത് അത്തരത്തിൽ ആരെങ്കിലും ആകാം. ആ കവിയുടെ അന്നൊരു പക്ഷേ എഴുതിയിട്ടില്ലാത്ത ലിപികൾക്ക് മുമ്പുണ്ടായ ഏതോ ഭാഷയിൽ അയാൾ അല്ലെങ്കിൽ അവൾ പാടിയിരിക്കാവുന്ന ആ കവിത മുതൽ ഇന്ന് എഴുതുന്ന കവികളുടെ കവിത വരെ കവിതയാണ് എന്ന് നാം തിരിച്ചറിയുന്നത് അതിലെ വിസ്മയത്തിന്റെ, നവീനതയുടെ, ലോകത്തെ കാണുന്ന അതിസവിശേഷമായ ഒരു രീതിയുടെ, അതിന്റെ ശൈലിയുടെ പ്രത്യേകതയുടെ ഒക്കെ സവിശേഷതകൾ കൊണ്ടാണ്. അതുകൊണ്ട് മാറ്റങ്ങൾ വരുന്നു. നമുക്ക് ആ മാറ്റങ്ങൾക്ക് പേരിടേണ്ടി വരുന്നു. അധ്യാപകർക്ക് പ്രത്യേകിച്ചും അല്ലെങ്കിൽ വിമർശകർക്ക് പ്രത്യേകിച്ചും ഈ ഓരോ പ്രസ്ഥാനത്തിനും അവയുടേതായ പേര് നൽകേണ്ടി വരുന്നു. അവയുടെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു. പക്ഷെ അവസാനം ഈ അപഗ്രഥനങ്ങളുടെയും വിമർശനങ്ങളുടെയും എല്ലാം അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ കവികൾ കവികളായി നിൽക്കുന്നു. പുതിയ കവികളിലും കവികളായവർ കവികളായി തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ഈ അനുസ്യൂതിയാണ്, അഖണ്ഡതയാണ്, ഈ ആത്യന്തികമായ തുടർച്ചയാണ് ഒരുപക്ഷെ കവിതയെ ഒരു മഹാമാനുഷിക ചൈതന്യമായി എക്കാലവും നിലനിർത്തി പോന്നിട്ടുള്ളത്. അത് നല്ലപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് തന്റെ കാലത്തെ കവിതയുടെ ഭാഷയിൽ ഒരു മാറ്റം ആവശ്യമാണ് എന്ന് അയ്യപ്പ പണിക്കർ ഉൾപ്പെടെയുള്ള അനേകം കവികൾക്ക് തോന്നുകയും അവർ കവിതയുടെ ആവിഷ്കാര സമ്പ്രദായം മാറ്റുകയും ചെയ്തത്. നോക്കൂ, അയ്യപ്പ പണിക്കരുടെ തന്നെ ഏറ്റവും കാനനൈസ്ഡ്, ഏറ്റവും അധികം അദ്ദേഹത്തെ പ്രതീകവൽക്കരിക്കുന്ന കവിത കുരുക്ഷേത്രമാണ്. അതിലൂടെയാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നത്. ആ കവിതയുടെ പേര് തന്നെ കുരുക്ഷേത്രം എന്നാണ്. വളരെ സ്വാഭാവികം എന്ന പോലെ അദ്ദേഹം ആധുനിക മനുഷ്യന്റെ ധർമ്മസങ്കടങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു രൂപകം മഹാഭാരതത്തിലെ കുരുക്ഷേത്രത്തിന്റെ രൂപകമാണ്. ഇതാണ് ഏറ്റവും സ്വാഭാവികവും ജൈവികവുമായ കാവ്യപ്രവൃത്തിയുടെ ഒരു സ്വഭാവം. അതിൽ ഏത് പുതിയ കവിതയിലും ഈ പഴമയുണ്ട്, പഴമയുടെ പുതുക്കലുണ്ട്, നവീകരണമുണ്ട്. അത്തരത്തിലുള്ള ഒരു നവീകരണമാണ് പണിക്കരെ പോലുള്ള ഒരു കവി സാധിക്കാൻ ശ്രമിച്ചത്. അത് ആ കാലത്ത് അനായാസമായിരുന്നില്ല. അത് വെല്ലുവിളിക്കപ്പെട്ടിരുന്നു. അനേകം വിമർശകർ നിരന്തരമായി പുതിയ കവിതയെ ചോദ്യം ചെയ്യുകയും പുതിയ കവികളല്ലെന്ന് ആക്ഷേപിക്കുകയും അന്നത്തെ നാടകങ്ങളിൽ പോലും ആധുനിക കവികൾ ഒരുതരം വിദൂഷക കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ എല്ലാവരും തന്നെ ആ രീതിയിൽ നിരന്തരമായി ആക്രമിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്ത കവികളായിരുന്നു ഒരു കാലത്ത്. ഇന്ന് എന്നെ പോലുള്ള ആളുകൾ പോലും പാരമ്പര്യത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഭയത്തോടെ തിരിച്ചറിയുന്നു. എങ്കിൽ പോലും അപ്പോൾ പണിക്കർ ചെയ്തത്, കവിതയിൽ അദ്ദേഹം ചെയ്തത് ഇങ്ങനെ തന്റെ കാലത്തിൻ്റെതായ ഒരു ശൈലി അഥവാ അനേകം ശൈലികൾ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പോൾ പണിക്കർ കവിതയിൽ 6 ഭാഗങ്ങളും ഒന്നിച്ച് വായിക്കുന്ന ഒരാൾക്ക് ആദ്യം ബോധ്യമാകുന്ന ഒരു കാര്യം പണിക്കർ ശൈലി എന്ന് പറയാവുന്ന ഒരു ശൈലി ഇല്ല എന്നാണ്.
അദ്ദേഹത്തിന്റെ കുരുക്ഷേത്രം പോലെയല്ല മൃത്യുപൂജ, മൃത്യുപൂജ പോലെയല്ല മർത്യപൂജ, മർത്യപൂജ പോലെയല്ല അഗ്നിപൂജ, അഗ്നിപൂജ പോലെയല്ല 10 മണിപ്പൂക്കൾ, 10 മണിപ്പൂക്കൾ പോലെയല്ല അദ്ദേഹത്തിന്റെ കാർട്ടൂൺ കവിതകൾ, മോഷണം മുതലായിട്ടുള്ള അദ്ദേഹത്തിന്റെ നർമ്മരസം കലർന്ന കവിതകൾ, അതുപോലെയല്ല പ്രീതമേ പ്രഭാതമേ എന്ന കവിത. അതിൽ മുഴുവൻ നൈരാശ്യത്തിന്റെ കവിതയല്ല. പ്രീതമേ പ്രഭാതമേ മുതലായ കവിതകളിൽ, അല്ലെ അഗ്നിപൂജ പോലുള്ള കവിതകളിൽ അതിതീക്ഷ്ണമായ പ്രത്യാശയുണ്ട്. അപ്പൊ ഈ കവിതകളുടെ ഭാവത്തിൽ വ്യത്യാസമുണ്ട്, രൂപത്തിൽ വ്യത്യാസമുണ്ട്. അനേകം വൃത്തങ്ങളും ശിഥിലവൃത്തങ്ങളും പുതിയ വൃത്തങ്ങളും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഗദ്യരൂപങ്ങൾ അത് തന്നെ അനേകം ടോണുകളിൽ, അനേകം താളങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ബൈബിളിന്റെ ഗദ്യം മുതൽ ഏറ്റവും ആധുനികമായ ഗദ്യം വരെ, അല്ലെങ്കിൽ പല പ്രദേശങ്ങളിലെയും സംഭാഷണത്തിന്റെ ഗദ്യം വരെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല ഭാഷയുടെ അനേകം അടരുകൾ, രജിസ്റ്ററുകൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഭാഷയുടെ അനേകം അടരുകൾ, വിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പുതിയ കവിത അനേകം ശൈലികളിൽ, അനേകം സ്വരങ്ങളിൽ സംസാരിക്കുന്ന ഒരു പുതിയ കവിത സാധ്യമാക്കാം എന്ന അന്വേഷണമാണ് അയ്യപ്പ പണിക്കർ ജീവിതം മുഴുവൻ നടത്തിയത് എന്ന് പറയാം. ഒരു ശൈലിയില്ല എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ പറയേണ്ടതാണ്, എന്തായിരുന്നു അയ്യപ്പ പണിക്കരുടെ ജീവിത ദർശനം എന്ന് ചോദിച്ചാൽ അതും ഒരൊറ്റ വാചകത്തിലോ കുറച്ച് വാചകങ്ങളിലോ നിർവചിക്കാവുന്ന ഒരു ജീവിത ദർശനമായിരുന്നില്ല എന്ന് നമുക്ക് കാണാം. ആകെ അതിനെക്കുറിച്ച് പക്ഷെ നമുക്ക് പറയാൻ കഴിയുക അതിലൊരു സവിശേഷമായ നിർമ്മമത്വം ഉണ്ടായിരുന്നു എന്നാണ്. നാം നിർലേപത എന്ന് പറയുന്ന, നിർമ്മമത്വം എന്ന് പറയുന്ന, എല്ലാറ്റിനെയും അകന്നു നിന്ന് കാണാനുള്ള ഒരു സവിശേഷമായ സിദ്ധി ആ കവിതയുടെ പ്രത്യേകതയായിരുന്നു. ഉൾപ്പെടലിന്റെ എന്നതിനേക്കാളേറെ അകന്നു നിൽക്കലിന്റെ ഒരു കവിത, മമതയുടെ എന്നതിനേക്കാളേറെ നിർമ്മമതയുടെ ഒരു കവിത. ഇത് അദ്ദേഹത്തിന്റെ നർമ്മത്തിന്റെ പ്രഭവങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുമ്പോഴും നാം ചെന്നെത്തുക ഈ നിർലേപതയിലാണ്. അകന്നു നിന്ന് ആളുടെ ഒരു ചിരിയുണ്ട്, വേണമെങ്കിൽ അതിനെ സന്യാസിയുടെ ചിരി എന്ന് വിളിക്കാം. ആ തരത്തിലുള്ള ഒരു ചിരിയായിരുന്നു അയ്യപ്പ പണിക്കരുടെ ചിരി. അത് ഒരു കേവലം വിദൂഷകന്റെ ചിരിയായിരുന്നില്ല, അത് ഒരു തത്വചിന്തകന്റെ, ദാർശനികന്റെ ചിരിയായിരുന്നു. വ്യാസന്റെ ചിരിയെക്കുറിച്ചും വാൽമീകിയുടെ ചിരിയെക്കുറിച്ചും ഒക്കെ ഒട്ടുകൃഷ്ണമാർ ഉൾപ്പെടെ അനേകം പേർ പറഞ്ഞിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു മഹാകവിയുടെയും ദാർശനികന്റെയും ചിരിയായിരുന്നു ഒരുപക്ഷെ അയ്യപ്പ പണിക്കരുടെയും ചിരി എന്ന് പറയാം. അപ്പോൾ അവനവനെ തന്നെ നിഗൂഢനം ചെയ്യുന്ന, അവനവനെ തന്നെ ആച്ഛാദനം ചെയ്യുന്ന, മറച്ചു വയ്ക്കുന്ന എന്തോ ഒന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ഉണ്ടായിരുന്നു. വ്യക്തിയുടെ ആവിഷ്കാരമല്ല, വ്യക്തിത്വത്തിൽ നിന്നുള്ള ഒരു പലായനമാണ് കവിത എന്ന് എലിയേറ്റ് പറയുന്നത് പോലെ തന്റെ ആവിഷ്കാരത്തെക്കാളേറെ തന്നിൽ നിന്ന് തന്നെ അകന്നു പോവുകയും തൻ്റെതല്ലാത്ത നിർവ്യക്തികമായ എന്തോ ഒന്ന് ആവിഷ്കരിക്കുകയും ചെയ്യാനുള്ള പ്രയത്നം അദ്ദേഹത്തിൽ നിരന്തരമായി നിലനിന്നു. അപ്പോൾ ഒരൊറ്റ കർത്താവ് ആണ് ഈ കവിതകളിലെ മുഴുവൻ സംസാരിക്കുന്നതെന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഈ ബഹുസ്വരത, ആ വാക്ക് വളരെയധികം പഴകിപ്പോയെങ്കിൽ പോലും അയ്യപ്പ പണിക്കരുടെ കവിതയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിസ്സംശയം ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ്. അനേകം ശൈലികൾ, അനേകം സ്വരങ്ങൾ, അനേകം ഭാഗങ്ങളിൽ ജീവിതത്തെ എല്ലാ ഭാഗങ്ങളിലും നോക്കിക്കാണുകയും ആ നോക്കിക്കാണുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെല്ലാം തന്നെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ വികാരത്തിന്റെ, ഭാവത്തിന്റെ അനേകം ഷെയ്ഡുകൾ, അനേകം സൂക്ഷ്മ ഛായകൾ പിടിച്ചെടുക്കുകയും ചെയ്യാനുള്ള നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് അയ്യപ്പ പണിക്കർ തന്റെ കവിതയെ എന്നും പുതുക്കി പോകുന്നത്. അപ്പൊ ഓരോ രചനയിലും അദ്ദേഹം നിർവഹിക്കാൻ ശ്രമിച്ചത് ഈ രീതിയിലുള്ള ഒരു നവീകരണമായിരുന്നു എന്ന് പറയാൻ കഴിയും. അപ്പോൾ വളരെ അപൂർവമായി മാത്രമാണ് കവി നേരിട്ട് വന്ന് പണിക്കരുടെ കവിതയിൽ സംസാരിക്കുന്നത്. ഇപ്പോ നീ അറിയുന്നോ വായനക്കാര നീറുമെന്നുള്ളിലെ നക്ഷത്ര വീര്യം എന്ന് കുരുക്ഷേത്രത്തിൽ അദ്ദേഹം ചോദിക്കുമ്പോൾ ആ തരത്തിലുള്ള ചില അപൂർവ അവസരങ്ങളിലാണ്, അല്ലെങ്കിൽ ബീഥോവന്റെ സിംഫണി കേട്ടിരിക്കുന്ന സ്ത്രീയോട് പകലുകൾ രാത്രികൾ എന്ന കവിതയിൽ സംസാരിക്കുമ്പോൾ നേരിട്ട് കവി വന്ന് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. പക്ഷെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് തന്നോട് തന്നെയും പുതിയ പിന്നാലെ വരുന്ന, ഞങ്ങളെപ്പോലെ പിന്നാലെ വന്ന കവികളോടും അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഒഴിഞ്ഞ പേരിൽ മുന്നേറുക എന്നതായിരുന്നു. നിക്കോനാർ പാറയുടെ പ്രശസ്തമായ ഒരു കവിതയുണ്ട് യുവകവികളോട് എന്ന പേരിൽ. നിങ്ങളിൽ ചിലർക്ക് അതറിയാമായിരിക്കും. ആ കവിതയിൽ പാറ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതുക,
കാരണം പാലങ്ങൾക്കടിയിലൂടെ അത്രയേറെ രക്തം ഒഴുകി പോയി കഴിഞ്ഞു. പക്ഷേ ഒരു വ്യവസ്ഥ മാത്രം, നിങ്ങൾ ഒഴിഞ്ഞ താളിൽ മുന്നേറണം. ഈ അയ്യപ്പ പണിക്കർ സ്വന്തം ജീവിതത്തിൽ, സ്വന്തം കവിതയിൽ നിരന്തരമായി ശ്രമിച്ചത് ഈ ഒഴിഞ്ഞ താൾ കണ്ടെത്താനായിരുന്നു. എന്താണ് എഴുതപ്പെടാതായുള്ളത്? അനാവിഷ്കൃതമായി എന്ത് ബാക്കിയുണ്ട്? ജീവിതത്തിന്റെ ഏത് ഭാവമാണ്, ഏത് അനുഭവമാണ്, ലോകത്തിന്റെ ഏത് രീതിയാണ് ഇന്നും പൂർണ്ണമായി ആവിഷ്കരിക്കപ്പെടാതിരിക്കുന്നത് എന്ന ഈ ചോദ്യം അദ്ദേഹം നിരന്തരമായി ചോദിച്ചു. അതുകൊണ്ട് പല വീക്ഷണ കേന്ദ്രത്തെ മാറ്റിക്കൊണ്ട് ജീവിതത്തെ പല രീതിയിൽ നിരീക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ കവിയുടെ വ്യക്തിത്വത്തെക്കാളേറെ ഓരോ കവിതയുടെയും വ്യക്തിത്വത്തിലാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് എന്ന് വേറൊരു രീതിയിൽ നമുക്കൊരു പക്ഷേ പറയാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് ശുദ്ധം, അശുദ്ധം, പരമ്പരാഗതം, നവീനം, സാമൂഹ്യം, വൈയക്തികം, പ്രതിജ്ഞാബദ്ധം, സ്വച്ഛന്തം, തദ്ദേശീയം, പരദേശീയം, പുരാതനം, നവീനം, ഇങ്ങനെ നാം ഉപയോഗിക്കാറുള്ള ബൈനറികൾ അഥവാ ദ്വന്ദ്ങ്ങൾ ആ കവിതയിൽ ഇല്ലാതാകുന്നത് നാം കാണുന്നു. ആത്യന്തികമായി നാം നോക്കുമ്പോൾ കവിതയിൽ ഈ ദ്വന്ദ്ങ്ങൾ നിലനിൽക്കുന്നില്ല. കവിത ഒരു സമന്വയത്തിന്റെ കലയാണ് എന്ന് നമുക്ക് കവിതയെ സൂക്ഷ്മമായി പഠിക്കും തോറും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം പേരറിയാ കവികളുടെ നാടൻ കവിതകളിലേക്ക് തിരിച്ചു പോകുന്നു. ചിലപ്പോഴൊക്കെ ഒരുപക്ഷെ പേര് കൊത്താതെ വഴിയിലെങ്ങോ നാം കണ്ടെത്തുന്ന ഒരു ശിലാലിഖിതത്തിന്റെ പോലെയാണ് അദ്ദേഹത്തിന്റെ പല കവിതകളും എന്ന് പറയാം. അല്ലെങ്കിൽ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട, വിലാസം എഴുതിയിട്ടില്ലാത്ത ഒരു കത്ത് പോലെയാണ് എന്ന് പറയാം. ചിലപ്പോൾ അദ്ദേഹം കൂത്തുപറയുന്ന ചാക്യാരാവുന്നു, ചിലപ്പോൾ മുടിചൂടിയ ഒരു കഥകളി നടനായി മാറുന്നു, ചിലപ്പോൾ ഉറഞ്ഞു തോടുന്ന കോമരമാകുന്നു, ചിലപ്പോൾ അമൂർത്ത കലയുടെയും ഇൻസ്റ്റലേഷന്റെയും അതെല്ലാം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു കലാകാരനായി ഭാഷയിൽ ഇൻസ്റ്റലേഷനുകൾ അദ്ദേഹം നിരന്തരമായി സൃഷ്ടിക്കുന്നു. അങ്ങനെ പ്രത്യക്ഷ വ്യക്തിത്വം നിരാകരിച്ച് തങ്ങളിൽ നിന്ന് തന്നെ അകലം സൃഷ്ടിച്ച് വ്യത്യസ്തമായ ഒരു ആഖ്യാനം കവിതയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ തുടർന്നു പോകുന്നു. അതനുസരിച്ച് അദ്ദേഹത്തിന്റെ കർത്തൃ സ്വരൂപങ്ങളും പരിണമിച്ചുകൊണ്ടിരുന്നു. ഞാൻ അതൊന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം ഞാൻ ലാക്കാനിലേക്കും ഒക്കെ സഞ്ചരിച്ചു പോകും. ദ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ സെൽഫ്, സ്വത്വത്തിന്റെ തുടർച്ചയില്ലായ്മയെ കുറിച്ച് ലാക്കാൻ പറയുന്നുണ്ട്. അത് ആദ്യം പറഞ്ഞത് പക്ഷേ ബുദ്ധനാണ്. വളരെ കാലം കഴിഞ്ഞ് ലാക്കാൻ അതേ കാര്യം പറയുന്നുണ്ട്. ഒരാളുടെ സെൽഫ്, സ്വത്വം എന്ന് പറയുന്നത് സ്ഥിരമായ ഒന്നല്ല, അത് അസ്ഥിരമാണ്. ഇറ്റ്സ് എൻ ഫ്ലക്സ്. അത് നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന തത്വം ബുദ്ധൻ ആദ്യം വളരെ മുമ്പേ ആ രീതിയിൽ പറയുന്നുണ്ട് തന്റെ ശിഷ്യരോട്. അതേപോലെ തന്നെ ഈ ബോധം എന്നത്, സ്വത്വം എന്നത് നിശ്ചലമായി നിൽക്കുന്നൊന്നല്ല, അത് ചലനാത്മകമാണ്, അത് മാറിക്കൊണ്ട് ഇരിക്കുന്നു എന്ന് നാം കാണുന്നു. അതുകൊണ്ടാണ് നാം കാണുന്ന പണിക്കർ സ്വയം ഇല്ലാതായി സഞ്ചാരിയായി മാറുന്നു, വിദൂഷകനായി മാറുന്നു, കഥാകൃത്തായി മാറുന്നു, ഗായകനായി മാറുന്നു, നർത്തകനായി മാറുന്നു, ദാർശനികനായി മാറുന്നു. ഇങ്ങനെ നിരന്തരമായ ഈ സ്വത്വത്തിന്റെ പരിണാമ ഭേദങ്ങളിലൂടെയാണ് പണിക്കർ എന്ന കവി സ്വയം രൂപപ്പെടുത്തിയതും അതിലൂടെ അദ്ദേഹം മലയാള കവിതയിൽ തന്നെ ഒരു പുതിയ അടയാളം ബാക്കിയാക്കി വെച്ചതും. ഇപ്പോൾ മരണക്കുറിപ്പ് മുതൽ ഗോത്രയാനം വരെയുള്ള കവിതകളിലൂടെ, അല്ലെങ്കിൽ 10 മണിപ്പൂക്കൾ വരെയുള്ള കവിതകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്കും തന്നെ ഒരൊറ്റ പണിക്കരെ അല്ല കാണാൻ കഴിയുക. ഈ അനേകം രീതിയിൽ തന്നെയും ലോകത്തെയും നോക്കിക്കാണുന്ന ഒരു കവിയെയാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ എന്റെ കവിത എന്ന വളരെ കുറച്ച് അദ്ദേഹം സ്വന്തം കവിതയെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് താൻ മറ്റുള്ള കവികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കവിത സൃഷ്ടിക്കാൻ നിർബന്ധിതൻ ആയത് എന്ന്. അതേസമയം അവരിൽ നിന്നെല്ലാം തന്നെ ഉൾക്കൊള്ളേണ്ട അനേകം പാഠങ്ങൾ അദ്ദേഹം നിരന്തരമായി ഉൾക്കൊള്ളുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ കവിതയിൽ പ്രകൃതിയിലെ വസ്തുക്കൾ കഥാപാത്രങ്ങളായി മാറുന്നു, അദ്ദേഹം കണ്ടെത്തുന്ന മനുഷ്യർ കഥാപാത്രങ്ങളായി മാറുന്നു. മലയാളത്തിൽ ആദ്യമായി യാത്രാ കവിതകൾ എന്ന് പറയാവുന്ന കവിതകൾ, പാസേജ് ടു അമേരിക്കയും പകലുകൾ
രാത്രികളും പോലുള്ള ഇവിടെ ജീവിതം പോലുള്ള ഒരുപാട് യാത്രാ സീക്വൻസുകളാണത്. ഒരു തുടർ കവിതകളാണ്. അത്തരത്തിലുള്ള തുടർ കവിതകൾ ആവിഷ്കരിക്കുന്നു. അപ്പൊ ഒരുപാട് പുതിയ രൂപങ്ങൾ അദ്ദേഹം കവിതയ്ക്ക് നൽകുന്നു, പുതിയ ഭാവങ്ങൾ നൽകുന്നു, ഭാവനയുടെ പുതിയ രീതികൾ നൽകുന്നു, പുതിയ ബിംബങ്ങൾ നൽകുന്നു, പുതിയ രീതിയിൽ വാക്കുകൾ സംയോജിപ്പിക്കാനുള്ള നക്ഷത്ര വീര്യം മുതലായിട്ടുള്ള ഒരുപാട് വാക്കുകൾ അദ്ദേഹത്തിന്റെ സംഭാവനകളായിട്ടുള്ള വാക്പ്രയോഗങ്ങൾ തന്നെയുണ്ട്. ഈ രീതിയിൽ ഈ മലയാള ഭാഷയെ പല രീതികളിൽ സമ്പന്നനാക്കിയ, പുതിയ ദിശകളിലേക്ക് നീക്കിയ ഒരു കവിയെ സ്മരിക്കുകയാണ് ഈ അവസരത്തിൽ പ്രധാനമായും നാം ചെയ്യാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും പ്രിയദാസിന്റെ പുസ്തകത്തെക്കുറിച്ച് വീണ്ടും എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റു ചില വശങ്ങളിലേക്ക് വ്യക്തി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചില വശങ്ങളിലേക്ക് വരാം എന്ന് ഞാൻ കരുതുന്നു. ഈ വളരെ സങ്കടത്തോടും സന്തോഷത്തോടും ഒരേ സമയം ഈ സുഹൃത്ത് സംഗമം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ കവിതകളിലൂടെ അദ്ദേഹം വീണ്ടും വീണ്ടും ജനിക്കുകയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് വലിയ സ്നേഹത്തോടെ വളരെ ഊഷ്മളമായ ഓർമ്മകളോടെ ഞാൻ ഈ സുഹൃത്ത് സംഗമം അയ്യപ്പ പണിക്കരുടെ പേരിലുള്ള സുഹൃത്ത് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു. കവിത വായിക്കുന്നതിന്, തങ്ങളുടെ ഇംഗ്ലീഷിലുള്ള രചനകൾ വായിക്കുന്നതിന് കവികളെ ക്ഷണിക്കുന്നു. കാരണം അയ്യപ്പ പണിക്കർ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു മലയാളത്തിൽ എഴുതിയെങ്കിലും അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. അക്കാലത്ത് ഒരുപാട് കവികൾ അങ്ങനെ തന്നെ, ആർ രാമേന്ദ്രൻ, വിഷ്ണുനാരായണൻ നമ്പൂതിരി, ഇവരെല്ലാവരും ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും, ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും മലയാളത്തിൽ കവിത എഴുതുകയും ചെയ്ത ആളുകളായിരുന്നു. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാമായിരുന്നു, എന്തുകൊണ്ട് എഴുതിയില്ല മുതലായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അത് ഓരോരുത്തരുടെയും തിരഞ്ഞെടുപ്പാണ്. ഏത് ഭാഷയിലാണ് താൻ അറ്റ് ഹോം ആയിരിക്കുന്നത്, താൻ ഇതാണ് എൻ്റെ ഭാഷ, എനിക്ക് ഏറ്റവും നന്നായി എന്നെ തന്നെ ആവിഷ്കരിക്കാൻ കഴിയുന്ന ഭാഷ ഇതാണ് എന്ന് ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ ആ തോന്നലിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കവിതകൾ ചൊല്ലുമ്പോൾ, ഓരോ ആവൃത്തിയും ചൊല്ലുമ്പോൾ അയ്യപ്പ പണിക്കർ വീണ്ടും വീണ്ടും ഇവിടെ സന്നിഹിതനാകും എന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ഈ സുഹൃത്ത് സംഗമം ഞാൻ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്യും.